കൃഷ്ണ ഗുരുവായൂരപ്പ മുട്ടുവേണ്ട എടുക്കുന്ന കൃഷ്ണ ഈ മുട്ടുമ്പോ ഒന്ന് പ്രാർത്ഥിക്കേണ്ട വല്ല കാര്യമുണ്ട് പോവാടാ വേണ്ടല്ലേ നീ വാ പുറത്ത് നല്ലൊരു ചെറുക്കുണ്ട് അയ്യോ കർത്താവിനില്ല അവൻ്റെ ഒരു കോൺഫിഡൻസ് നീ ഫോണിൽ ഡിക്ഷണറി എടുത്തേ അങ്ങനെ അവാർഡ് സിനിമയുടെ ബാൽക്കണി പോലെ ഈ പള്ളിമുറ്റം എന്താ ഇങ്ങനെ എവിടെയാ തങ്കക്കൂടം എവിടെ സോറിയേ നോക്കി നടക്കണ ഈ ഡാഗിനിയാണ് നീ പറഞ്ഞ ചരക്ക് ഇല്ലടാ ഇവിടെ ഉണ്ടായിരുന്നു തങ്കക്കൂടല്ല അസ്ഥികൂടാണ് നമ്മുടെ റിസോർട്ട് ഫുൾ സ്വിംഗിലായ പിന്നെ ദാഗിനിയുടെ ഹോം സ്റ്റേയിൽ ഒരു ഈച്ച പോലും കയറുന്നില്ല അതിന്റെ ഒരു കലിപ്പ് അവർക്കുണ്ട്. എന്നാ നന്നായിട്ട് പോയിട്ട് പ്രാർത്ഥിക്കട്ടെ അമ്മച്ചി. യു ആർ ടെറിബിളി മിസ്റ്റേക്കൻ. മേരി ചേച്ചി അവിടെ ഇപ്പോഴും തിരക്ക് കൂടിയിട്ടേ ഉള്ളൂ. അവിടെ പോയി ഒരു ദിവസം താമസിച്ചാൽ പിന്നെയും വരാൻ തോന്നുന്നു. അതാണ് മേരി ചേച്ചിയുടെ കൈപ്പുണ്യം. എടാ യേശു, നമ്മൾ നമ്മുടെ മെനു ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ഇന്ത്യൻ അമേരിക്കൻ ഫുഡ് ഫ്യൂഷൻ. അതെ, നീ ഗസ്റ്റ് മാനേജ്മെന്റ് നോക്കിയാൽ മതി. ഫുഡ് ആൻഡ് ബിവറേജ് എന്റെ ഡിപ്പാർട്ട്മെന്റ് അതിൽ കയറി ഇടപെടാൻ നിൽക്കണ്ട. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, അച്ഛനോട് ചോദിച്ചിട്ട് ഉത്തരം കിട്ടില്ല. നിങ്ങൾ ഇത്തിരി പഠിപ്പും വിവരമൊക്കെ ഉള്ളവരായതുകൊണ്ട് അറിയാൻ പറ്റുമല്ല. നീ ചോദിക്കുക യേശു, പകരുംതോറും വളരുന്ന സാധനമാണ് ഈ നോളജ്. അതെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ഉള്ളൂ. അതായത് നിങ്ങളുടെ മിക്ക ദൈവങ്ങളും ക്ലീൻ ഷേവ് ആണല്ലോ. അന്നത്തെ കാലത്ത് അവരെങ്ങനെ ഷേവ് ചെയ്തു? അതും പോട്ടെ, ഈ ദൈവം കാലത്ത് എൻ്റെ ഷേവ് ചെയ്യണ കാര്യമൊന്നും സങ്കല്പിച്ചു നോക്കി. ശരിയാണോ? ഈ 6 കൈയുള്ള ദേവിക്ക് ബ്ലൗസ് അടിക്കുന്ന ആരാ? നീ ഇവിടെ വർഗീയലെല്ലാം ഉണ്ടാക്കാൻ നടക്കണോ യേശു? ഇതാ കുഴപ്പം. ഒരു സംശയം ചോദിക്കാൻ പറ്റില്ല. അപ്പൊ സമുദായം പോയി, കലാപം പോയി. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫാദർ. ഇതാണ് എനിക്ക് മനസ്സിലാത്ത മറ്റൊരു കാര്യം. ഈശോ മിശിഹായ്ക്കുള്ള സ്തുതി അകത്തിന്ന് ഈശോനോട് പറഞ്ഞാ പോരെ, എന്തിനാ അച്ഛനോട് പറഞ്ഞത്? വൈ സച്ച് സില്ലി കസ്റ്റംസ്? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ചോ. ഓൾ ദി ബെസ്റ്റ്. പാവച്ചൻ, നിന്റെ എല്ലാ സംശയങ്ങൾക്കും ഞാനൊന്ന് ഉത്തരം തരുന്നുണ്ട്. അകത്തേക്ക് വാ. പഴയ വീഞ്ഞൂരിപ്പിണ്ണാച്ചോ. എല്ലാം കറക്റ്റാണ്, നോക്കണ്ട ആവശ്യമില്ല. എന്താടാ നിന്റെ മുഖത്തൊരു വിഷമം? വിഷമോ? എവിടെ? ഇപ്പൊ പോയാ? ഒരാഴ്ചത്തെ ഫുഡ് പർച്ചേസിന് 12,500 രൂപയോ? എന്താണത്? വെജിറ്റബിൾസ് ഒക്കെ എന്താ വില? അതിന് ഉള്ളിക്ക് 800 രൂപയോ? ഉള്ളിക്ക് എന്താ വില എന്നറിയോ? നമ്മുടെ 16. ആ ഉള്ളി അല്ലേ ഈ ഉള്ളി? സാറേ, അവര് കളിക്കുന്ന സ്റ്റെപ്പ് കണ്ട? ഫ്രീ ആവുമ്പോ ഞാനും ഈ തൂമ്പ് പഠിച്ചല്ലെന്ന് ആലോചിക്കുക. ഫ്രീ ആകുമ്പോഴോ? ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ പരിസരത്ത് വന്നു പോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇനിയും വലിയ ഫുഡ് പർച്ചേസ് ഒക്കെ ഞാൻ തന്നെ പോയി ചെയ്തോളാം. ചെയ്തോ, എനിക്ക് അത്ര പണി പറഞ്ഞിട്ട് അത്രേ ഉള്ളൂ. എന്താ നീ ബ്ലൂടൂത്ത് കളിക്കണോ എന്നോട് കളിക്കാൻ നിൽക്കണേ? ഓ, അവന്റെ സൂമ്പ ശരിയാക്കി തരാം. നീ എന്ത് പരിപാടി കാണിക്കുന്നത്? ഇവിടെ ക്ലാസ് നടക്കുന്നത് കാണല്ലേ? പിന്നെ എനിക്ക് വിളിക്കണ്ടേ? I just thought I will have a dip. That's cool. Okay, let's take a break. ഇത് നിബിക്ക് മധുരം കുറച്ചത്. ഗ്രേപ്പ് ജ്യൂസ് സുഹാസിനിക്ക്. Suhanisa. ഇവനല്ലേ കോഴി വാങ്ങണമെന്നും പറഞ്ഞു പോയത്? Suhanisa. Okay? Suhanisa. സുഹാസുന. Suhanisa. പ്രൊനൗൺസിയേഷനിലൊക്കെ എന്തുണ്ട് കുട്ടി? സുഹാനിസ ആണെങ്കിലും പതിനിസ ആണെങ്കിലും സുഹാസിനിയുടെ നല്ല കട്ടുണ്ട് കേട്ടോ. Oh, thank you. അല്ലേടാ? എവിടം കൊണ്ട്? അല്ലെ അല്ലെ ചരിഞ്ഞിക്കുമ്പോഴേ What rubbish, man. How can you compare apples with oranges? ഓ, അങ്കരേശി ബാബു എത്തിയുണ്ടല്ലോ. പുള്ളിക്ക് എന്താ മലയാളം അറിയില്ലേ? അവനിതൊരു എഞ്ചിനീയറിംഗ് പാസ് ആയിട്ടില്ലല്ലോ, അതിന്റെ കോംപ്ലക്സാ.
ഹലോ പാസ് ആവാത്തല്ല ഐ ക്വിറ്റ് ബ്ലഡി എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഇൻ ഇന്ത്യ ഐ ക്വിറ്റ് ഇവന്മാരെ പോലെ പഠിച്ചിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് റൂയിൻഡ് മൈ കരിയർ എന്നിട്ട് പാസ്സാവാതെ സാർ ഇവിടെ എന്ത് മഹാകാര്യമാണോ ചെയ്തത്? ഡെന്നി നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആണെന്ന് കണ്ടാ പറയില്ല കേട്ടോ. അവന് ഈ ജോറാട്ടോ. മാഡത്തിന്റെ കൂടെ കോളേജിൽ പഠിച്ചവരൊക്കെ ഇപ്പം ഇതുപോലെ വയറുന്തി വിഗ്ഗും വെച്ച് മുഖത്ത് പുട്ടിയിട്ട് അതിന് ചേരാത്ത വേഷവും കെട്ടി നടക്കുന്നവരൊന്നും അല്ലല്ലോ. Just remember one thing. Everybody may be same before law, but everybody may not be same before biology. Okay? Don't you want Linda Goodman's star sign, Suhana sir? Of course. You have it? Oh, you say it, I have it. Come. Bye, I'll be back. സൂക്ഷിക്കണേ, അവൻ അക്രമകാരിയാ. Hey, actually we share the same star sign. Are you a Scorpio? ആവശ്യ സമയത്ത് ഒരു മടല് പോലും വീഴില്ല. എന്റെ പുതിയ മ്യൂസിക് വീഡിയോ കണ്ടായിരുന്നു. പിന്നെ ഭയങ്കര വെറുപ്പിക്കുന്നു. I mean, I've seen it 1,000 times and let me tell you, you look gorgeous. Thanks. Spanish fly. World's second best aphrodisiac. എന്തോന്ന്? സാമ്പിൾ കുപ്പിയല്ലേ? പുല്ല് ആഫ്രോഡീസിയാക്. എടാ കാമമുണർത്തുന്ന മരുന്ന്. അങ്ങനെ ഒരു മരുന്നുണ്ടോ? ശരിക്കും? നീ വേണേ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക്. റൈനോസ് ഹോൺ സംഘടിപ്പിക്കാൻ കുറെ നോക്കിയതാ. അതാ നമ്പർ 1. ഇതവന്റെ അനിയൻ. ഇതായാലും മതി. സുഹാനിസ. അവളെന്റെ സ്റ്റുഡന്റാ. ഒരു മറ്റേ പരിപാടി ഇവിടെ നടക്കില്ല കേട്ടല്ലോ. ഒന്നിപ്പോ PhD ഒന്നല്ല നിങ്ങളെ പഠിപ്പിക്കില്ല. ഇതല്ലേ? എന്റെ സൂമയെ കുറിച്ച് ഒരു അക്ഷരം പിന്നെ സുംബ നിന്റെ കാമുകിയല്ലേ പോയായിരുന്നു. പക്ഷെ നിനക്കെന്തത്? നാളെ ഇവന്റെ സൂംബ ക്ലാസ് കഴിഞ്ഞു ഞാൻ അവളെ ഒരു ഡേറ്റിന് ക്ഷണിച്ചിട്ടുണ്ട്. എവിടെ വെച്ച്? വേറെ എവിടെ വെച്ച്? ഇവിടെ വെച്ച്. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇമാതിരി ഒരു പരിപാടി ഇവിടെ നടക്കില്ല. കറക്റ്റ് പള്ളിമണി. അതിന് ഞാൻ അവളെ കൊണ്ട് പള്ളിയിൽ പോകണം. ഇതേ നോക്കി 6 മാസം അവളുടെ പിന്നാലെ നടന്നിട്ടാ അവളും സമ്മതിച്ചത്. ഇതിനെങ്ങാണ് പാര വെക്കാൻ നോക്കിയുണ്ടല്ലോ. എടാ, നീ അവളുടെ സ്കിന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ? അവൾക്ക് വരട്ടച്ചൊറി ഉണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ട്. തന്നെ ശരിക്കും വരട്ടച്ചൊറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സഹിച്ചു കേട്ടാ. അതിനെ കുറിച്ച് തന്നെ പറയാം. ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. വേണ്ട, നീ അവളൊരു സിസ്റ്ററായി കണ്ടോ. ഓടാ. നമ്മുടെ ഏത് കാര്യം മെജോറിറ്റി ഡിസിഷൻ ആണല്ലോ. ഒരു സുഹൃത്തിന്റെ ലൈഫിൽ സന്തോഷം വരുന്നു, നമ്മൾ സന്തോഷിക്കലടാ വേണ്ടത്. അവള് സമ്മതിച്ചിട്ടില്ലേ, പിന്നെന്താ? നിനക്ക് സമ്മതമല്ലടാ പ്രിയ. പോടാ പട്ടി. നിനക്കറിയോ എനിക്ക് അവൾ എന്ത് ഇഷ്ടാണെന്ന്? ദേ അടുത്തത്. അവളോട് ഇത് പറയാൻ പലവട്ടം ശ്രമിച്ചതാ. എന്നിട്ട് എന്ത്? നിന്റെ നാവ് പൊന്തിയില്ല? പൊന്താത്തോണ്ടല്ല, പിന്നെ ചില പ്രാക്ടിക്കൽ പ്രോബ്ലംസ്. എന്ത്? അല്ല, ഞങ്ങളുടെ ജാതിക്ക് പറയാണല്ലോ. ആണല്ലോ. അപ്പൊ നീ അത് പൊന്തിക്കാൻ നിക്കണ്ട. അത്ര. നിങ്ങൾക്ക് എന്താണ് കണ്ണില്ലേ? രണ്ടുപേരും ഓടി നടന്ന് ട്രയാങ്കിൾ ലവ് സ്റ്റോറി കളിക്കാൻ. ഇതിന് മാത്രം എന്താണ് മക്കള്? നിന്റെ കണ്ണല്ല എന്റെ കണ്ണ്. നിന്റെ കാമം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവളെ നോക്കരുത് ഡെന്നി, പ്ലീസ്. നാളെ നീ എന്റെ ഡിസക്ക് സ്പാനിഷിലെ കളിക്ക് കൊടുക്കാൻ പോകണല്ലേ? നാളെ അവൾക്ക് ഏതോ കൂതറ ആഡിന്റെ ഷൂട്ടുണ്ട്. അതുകൊണ്ട് ആ പാവത്തിന് ക്ലാസ്സിൽ വരാൻ പറ്റില്ല. സോ മറ്റന്നാ. നാളെ അവൾക്ക് ക്ലാസ്സിൽ വരാൻ പറ്റില്ല എന്നുള്ള എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്നോട് എന്തിനാ പറയുന്നേ? എന്നോട് പറഞ്ഞാ പോരെ. സോ മറ്റന്നാൾ എല്ലാം ഭംഗിയാവാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന നിനക്ക് ദൈവം കിട്ടൂടാ. ഓടാവേ. ഈ ഒരു കാര്യത്തിൽ കർത്താവിനെ വരെ വെല്ലുവിളിക്കാൻ ഞാൻ റെഡിയാ. കൊല്ലിട്ട് ഇനി ഇത് ആർക്കു വേണ്ടിയോ? സുനാമി അടിച്ചപ്പോ ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടായില്ലേ യേശു? പിന്നെ അതിലല്ലേ ഇവിടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ വീടൊക്കെ ഒലിച്ചു പോയത്. അങ്ങനെയല്ലേ ഈ സ്ഥലം ഞങ്ങൾ തോമസ് സാറിന്റെ റിസോർട്ട് പണിയാൻ വേണ്ടി വിറ്റത്. തീരെ അടിച്ച പിന്നെ ഇവിടെ ഒരു പൊടി പോലും ബാക്കി ഉണ്ടാവില്ല. അങ്ങനെ എങ്ങനെ സംഭവിച്ചോണ്ടല്ലോ ഞങ്ങളുടെ ജീവിതം ഒരു ക്വസ്റ്റ്യൻ മാർക്കായി പോകും. നീ എന്തിനാ പാതിരാത്രി ഇവിടെ ഫോൺ ചെയ്തേ? ആര് ഫോൺ ചെയ്തു? ഒരുമാതിരിയുടെ ഉരുളല്ലേ? അത് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. പാതിരാത്രിക്ക് ഇവിടെ വിളിച്ചു പറയാൻ മാത്രം എന്ത് കാര്യമായിട്ട് ഇവിടെ ഉള്ളേ? എന്റെ പേഴ്സണൽ കാര്യങ്ങളുടെ ഇടപെടുന്ന ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അവർക്കായിരുന്നു നിൽക്കോളാം. നിങ്ങളൊന്നും സമ്മതിക്കില്ല, ഫോൺ ചെയ്യാനും സമ്മതിക്കില്ല. എന്താണ്? നീ പോയിക്കോ, ഇത് ഞാൻ ശരിയായിക്കോളാം. എന്റെ ചാരിത്രം സാറിന്റെ കയ്യില, എന്നെ രക്ഷിക്കണം. നീ പോയിക്കോ. ഇവനിങ്ങനെ വിട്ടാ പറ്റില്ലടാ. അവനെ പിണക്കുന്ന അത്ര ബുദ്ധിയല്ല. നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് ഒക്കെ അവന്റെ കയ്യിലാണ്. അവനൊരു പണി കൊടുത്താ പോരെ? എങ്ങനെ? വഴിയുണ്ട്. ഇതൊക്കെ കണ്ടാണ് കാണാത്ത. അവന്റെ എല്ലാ സംശയവും ഇതോടെ തീരണം. വിളി. ഈ പെണ്ണുങ്ങൾക്ക് വീട് എവിടെ നിന്നാവും? അവിടെ പോയി ജോലിക്കുന്ന മതിയായിരുന്നു. സിം മാറ്റില്ല. ഹലോ. ഹലോ, ഇത് യേശുദാസ് ചെറിയാണോ? അതെല്ലോ. ആരായിട്ട് വരും? അവൻ്റെ അച്ഛനായിട്ട് വരും. ഞാൻ യേശുവേട്ടനൊരു ഫാനാണ്.
എന്താ സുഖാണോ യേശുട്ടാ? അങ്ങനെ വലിയ സൂക്കറൊന്നുമില്ല. എന്നെ എങ്ങനെ പരിചയം? ഞാൻ എല്ലാ ദിവസവും യേശുട്ടിനെ കാണാറുണ്ടല്ലോ. ഷിബു മജീദിന്റെ സുംബ ക്ലാസ്സിൽ ഞാൻ ദിവസം വരാറുണ്ട്. സൂമ്പയോ? നിന്നോട് അറിയിച്ചു ഈ സൂമ്പയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അല്ല, നാളെ തൂമ്പ കൊണ്ടുവരുന്നതിനെ പറ്റി പറഞ്ഞതാ. ഓ ആയിക്കോട്ടെ. ഞാൻ താഴേക്ക്. ഇവനൊന്നും ഉറപ്പില്ലേ? എന്നെ ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. എനിക്കിത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ. പക്ഷെ എന്തിനു വിളിച്ചു കളി? എനിക്ക് പേടി യേശുട്ടാ. ഷിബു സാർ അറിഞ്ഞ എന്നെ ബലാത്സംഗം ചെയ്ത് കൊല്ലും. എന്തിന്? ഞാനിവിടുന്ന് മുള്ളാൻ പറഞ്ഞ മുള്ളും. അത്രയല്ലേ ഷിബു? പിന്നെ ബാക്കിയുള്ള 2 ശവങ്ങള് എന്റെ നിഴല് വെട്ടം കണ്ട അവിടെ തൂറും. കുട്ടി ധൈര്യമായിട്ട് പറഞ്ഞോളൂ. എന്താ പേര്? ഞാൻ എന്റെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ പറയാം. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. ഫസ്റ്റ് ലെറ്റർ ഏയോ? കൊള്ളാലോ. എന്ന് പറഞ്ഞാല് എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഇപ്പൊ എന്ത് ഡ്രസ് ഇട്ടേക്കണേ? അയ്യോ, ഡാഡി വന്ന് നോക്കിയിരുന്നു. ഞാൻ പിന്നെ വിളിക്കാം കണ്ണാ. ഞാൻ വെക്കിട്ട് കടത്ത മുത്തേ. വെച്ചിട്ട് പോയാ? എവിടെ? പിന്നെയും കണ്ടിയാണോ? ഇവനെ നേരെയാക്കിയിട്ട് ഇനി എന്റെ തൊണ്ട വിശ്രമിക്കൂ. ആ കോട് അളിയാ കൈ. അളിയ നിനക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ? അതേന്ന് പറ. എടാ, ഫ്രണ്ട്ഷിപ്പിനെ കാണും വലുതാണ് എനിക്ക് വല്ലത്. നീ ഒരു നോ പറഞ്ഞാൽ ഇപ്പൊ തന്നെ സ്പാനിഷ് ഫ്ലൈ എടുത്ത് ഞാൻ കടലെറി. ഇവനാണ് എന്നാ നോ. പിന്നെ അങ്ങ് പള്ളി പോയി പറഞ്ഞാൽ ഇന്ന് തന്നെ